ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അവല് കൊണ്ട് ഞാൻ ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ അവല് കൊണ്ടുള്ള ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. നമുക്കൊന്ന് തീയൊന്നും കത്തിക്കാതെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അവൽ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാൻ എന്താ വെള്ള കട്ടിയുള്ള അവലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് 1 കപ്പ് അവലാണ് ഇതിലേക്ക് ഞാൻ എടുക്കുന്നത്. 1 കപ്പിൻ്റെ അളവാണ് കേട്ടോ എല്ലാം കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് നമ്മുടെ മെഷറിംഗ് കപ്പിൽ കറക്റ്റ് 1 കപ്പ് വെള്ള കട്ടിയുള്ള അവൽ എടുത്തിട്ടുണ്ട്. ഈ അവലാണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് ആവശ്യം. ഇനി നിങ്ങളുടെ കയ്യിൽ കട്ടിയുള്ള ചമ്പ അവലാണുള്ളെങ്കിൽ അത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പം നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ദാ അവൽ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാമേ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നിറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കഴുകിയതിന് ശേഷം നമുക്കതൊന്ന് ഡ്രൈ ആവാനായിട്ട് ഒരു പാത്രത്തിലോട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ അതിൽ വെള്ളം എല്ലാം കളഞ്ഞ് ഡ്രൈ ആകാനായിട്ട് വയ്ക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അത് നല്ലോണം ഒന്ന് ഡ്രൈ ആയി കിട്ടും കേട്ടോ. അതിനുശേഷം വേണം നമുക്കിത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാനേ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് തീ കത്തിക്കുകയോ ഒന്നും ചെയ്യേണ്ട. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കണ്ടോ. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അത് നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതേപോലെ നല്ല തുറന്നിരിക്കണം കേട്ടോ. ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാമേ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നല്ലൊരു ഡിന്നർ റെസിപ്പി ആയിട്ടും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ എന്താ അതിനൊരു ബൗളിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ പാത്രം തന്നെ എടുത്തോളൂ കേട്ടോ. അപ്പോൾ ദാ ബൗളിലോട്ട് അവലെല്ലാം ഇട്ടിട്ടുണ്ട്. ഞാൻ 1 കപ്പ് അവലിൻ്റെ അളവാണ് കേട്ടോ ഇതിലെല്ലാത്തിലും പറയുന്നത്. അപ്പം ഞാൻ എന്താ 1 കപ്പ് അവൽ കുതിർത്തത് നല്ല ഡ്രൈ ആക്കിയതിന് ശേഷം ബൗളിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം ഒരു പച്ചമുളക് കട്ട് ചെയ്തത് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നമ്മൾ പരിപ്പ് കറി വെക്കില്ലേ, ആ പരിപ്പ് ഞാൻ എന്താ പാസിപ്പരിപ്പ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ പരിപ്പ് ഒരു ഒരു കുറച്ച് ഞാൻ വെള്ളത്തിലിട്ട് നല്ലോണം ഒന്ന് കുതിർത്തെടുത്തതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, പക്ഷേ നമ്മൾ കഴിക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ നമുക്കതൊന്ന് കടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയല്ലേ നമ്മൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ഈ പരിപ്പ് ആഡ് തന്നെ ചെയ്യണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും അതിനോടൊപ്പം തന്നെ ഒരു കൈപ്പിടി മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ കട്ട് ചെയ്തത് നമുക്ക് ആഡ് ചെയ്യാമേ. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാമേ. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ തേങ്ങ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചക്കടല ഉണ്ടല്ലോ, അതായത് കപ്പലണ്ടി, അത് കുറച്ച് നെയ്യ് ഒഴിച്ച് നല്ലോണം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാമേ. കപ്പലണ്ടിയോ അല്ലെങ്കിൽ നമുക്ക് ഇതിലോട്ട് എന്ത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കിസ്മിസോ കാഷ്യൂനട്ടോ എല്ലാം നമുക്ക് ഇതിലോട്ട് വറുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇട്ടതിന് ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിലേക്ക് നമുക്ക് എന്ത് നട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബദാമോ പിസ്തയോ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കണ്ടോ. കാണാൻ തന്നെ ലുക്കില്ലേ. കാണാൻ മാത്രമല്ല കേട്ടോ, കഴിക്കാനും അതേപോലെ ടേസ്റ്റിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നമുക്ക് ഡിന്നർ ആയിട്ടോ ഒക്കെ നമുക്കിത് കഴിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് ഒരു നാരങ്ങയുടെ പകുതി നീരെടുത്ത് നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. മസ്റ്റായിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം കേട്ടോ. നമുക്ക് തീയൊന്നും കത്തിക്കാതെ വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് തയ്യാറാക്കി എടുക്കാം. മസ്റ്റായിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം. അടിപൊളി